രാവിലെ എന്തുവാ? നമുക്കൊരു ക്യാരറ്റ് സാലഡ് ഉണ്ടാക്കാം അമ്മൂമ്മ. അതെ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം അമ്മൂമ്മ. നീ എവിടെ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വാസമല്ല. എന്ത് വിശ്വാസം ഇല്ലാത്തത്? നീ അവിടുന്ന് വിളിക്കുമ്പോ പറയാറുണ്ടല്ലോ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു. പക്ഷെ ഇവിടെ വന്ന് നീ ഭക്ഷണമൊന്നും കഴിക്കുന്ന ഞാൻ കാണുന്നില്ല. ഏത് സമയം കുറെ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. അമ്മൂമ്മ, സമ്മർ സീസൺ എന്തൊരു ചൂടാണ്, സഹിക്കാൻ പറ്റാനുള്ള. അതുകൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. കുറച്ച് അമ്മൂമ്മയും കുടിക്കുക കേട്ടോ. അമ്മമ്മ, പാല് തിളപ്പിച്ചിരിപ്പുണ്ടോ? ഇരിപ്പുണ്ടല്ലോ. ആ കൊച്ചിനാണെങ്കിൽ പാല് കുടിക്കാൻ വിളിച്ചിട്ട് വരണ്ടേ? ഓ, 2 എണ്ണം കൊടുത്ത് ഞാൻ പിടിച്ചോണ്ട് വാ. ഓ, അതിന്റെ ഇങ്ങനെ ഒന്ന് തട്ടിയാ മതി, അപ്പൊ തന്നെ കാറി പൊളിക്കും. അതുകൊണ്ട് സിദ്ധുവിന്റെ മടി കയറി ഇരിക്കുകയാണ്. സോറി, നമ്പറിന്റെ കാര്യത്തിൽ അമ്മ കിടത്തി വെട്ടും മോള്. ആരുടെയാ മോള്? ഇനിയിപ്പോ രണ്ടുപേരും കൂടെ എന്റെ തലയിൽ കയറിക്കോ. ചേച്ചി, നോ വെറി വെൻ കുഞ്ഞമ്മ ഈസ് ഹിയർ. ഞാൻ നൈസായിട്ട് കൊച്ചിനെ പോയിട്ട് കൊഞ്ചിച്ചിങ്ങെടുത്തോണ്ട് വരാം. അതിന്റെ ആവശ്യമില്ല. ഒരുപാട് കൊഞ്ചിച്ചാലേ അവള് തലയെ കയറും. അല്ലെങ്കിൽ തന്നെ അഹങ്കാരത്തിന്റെ കൂടാണ് ഇപ്പൊ. யாரை பத்தி சொல்லிட்டு இருக்கீங்க? உங்களை பத்தி தான், அல்லாണ്ട് ആരെ പറ്റി சொல்லாൻ? എനിക്കിപ്പോ വന്നത് ഒടുക്കത്തെ ചാടിയാണ് ആന്റി. அப்படி யாரு சொன்னா? അമ്മ சொன்னா, അല്ലാണ്ട് ആര് சொன்னாൻ? അമ്മ. ദേ കിടക്കുന്നു. എന്റെ ഒച്ച എന്തോ പറയുന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഇത്രയും പ്രായമായില്ലയോ? உங்களுக்கு வர வர என்ன பிடிக்கிறதே இல்ல. இப்படி எல்லாம் சொன்னா நான் அப்படியே மதுரைக்கு கிளம்பி போயிடுவேன். കഥ പോയ വഴി നോക്കിയേ. கதையெல்லாம் மாத்த வேண்டாம். உங்களுக்கு இப்ப என்ன பிடிக்கிறதே இல்ல, அதுதான் எனக்கு நல்லா தெரியுது. രണ്ടും കൂടെ ഒന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലയോ? ഈ ചിരിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അതിനുണ്ടോ? അതൊട്ടില്ല കാര്യം. ശിവ, നീ പോയ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നേ. ഓക്കേ, വൈസ് ഹിയർ വെൻ കുഞ്ഞമ്മ ഈസ് ഹിയർ. லெச்சு, நேத்துக்கு கல்லுக்கு நான் ஒரு சப்பாத்தி கொடுக்க ட்ரை பண்ணேன். 2 வாய் தான் சாப்பிட்டான். ഞാനേ ഒരു ഓറഞ്ചും കൊണ്ട് ഇന്നലെ 3 മണിക്കൂറാണ് പുറകെ നടന്നത്. എന്നിട്ട് കഴിച്ചതോ ഒരൊറ്റ അല്ലി. നിങ്ങളെല്ലാവരെയും കല്ല് വെള്ളം കുടിപ്പിക്കും. നീ ചെല്ലമ്മ അവളെ പോയി കുട്ടി. ഞാൻ കളിക്കാൻ അവളെ വിളിച്ചപ്പോ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരെണ്ണം കിട്ടി. ഞാൻ ഇനി ആ വഴിക്ക്. അവളെന്ത് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യുന്ന അവളുടെ അച്ഛനുണ്ടല്ലോ സിദ്ധു, അതിന്റെ അഹങ്കാരമാണ്. അതിനെ ഒരു ദിവസം തീർത്ത് കൊടുക്കും, നോക്കിയോ. ചേച്ചിയുടെ വെർട്ടലൊക്കെ ഞങ്ങൾ എടുത്ത് നടക്കും, പക്ഷെ കല്ലുവിന്റെ അടുത്ത് നടക്കത്തില്ല. ഓ, കാണിച്ചു തരാം ഞാൻ. என்ன சொன்னாலும் சரி, கல்லு வந்து ரொம்ப சூப்பர் தான். செல்லமான குழந்தை. இப்படி ஒரு குழந்தைய கிடைக்கணும்னா புண்ணியம் செய்யணும் லெச்சு. കുളന്തയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളുടെ അഹങ്കാരവും ദേഷ്യവും അതിനാണ് പ്രശ്നം. നീ കൂടുതലൊന്നും പറയണ്ട. ഈ പ്രായത്തിലെ നീ ഇതിന്റെ 12ാം ചേഴമായിരുന്നു. ചേട്ടാ, ഇതൊന്നും കഷ്ടമാണ്. ഈ കല്ലിന്റെ കാര്യം പറയുമ്പോ ഉടനെ എന്തിനാണ് എന്റെ കാര്യമൊക്കെ എടുത്തിടുന്നത്? നമുക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ നിന്റെ നാക്കൊന്ന് അടക്കി വെച്ചേ. ഞാനേ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞേട്ടെ. അല്ലെങ്കിൽ വേണ്ട, ശരിയാവില്ല. ഓ, ഇത് കേട്ടാ തോന്നുന്നു എന്നെ ഒന്നും പറയത്തില്ലെന്ന്. എന്തോ പറയാമെന്ന് വെച്ചാൽ പറ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ ആ വിഷയം അമ്മമ്മയുടെ ഉള്ളിലിരുന്ന് നീറും. അത് ശരിയാവില്ല, വേണ്ട വേണ്ട. ഒരു നീറ്റിലില്ല, നീ അങ്ങ് പറഞ്ഞാ മതി. എനിക്കിപ്പോ പറയാൻ മനസ്സില്ല. എന്നാ പിന്നെ പറയണ്ട. നിന്റെ കുഞ്ഞാണോ എന്തോ? ഞാൻ വെറുതെ പോയിട്ട് ഇങ്ങനെ തൊട്ടേ ഉള്ളൂ. കാവം പറഞ്ഞോണ്ട് നിലവിളിച്ചോണ്ട്. ഞാൻ പറഞ്ഞില്ലേ സിദ്ധു ഉള്ളതിന്റെ അഹങ്കാരമാണ്. ശരി, ഓട്ടിയല്ലേ അതേ സ്പീഡ് തിരിച്ചു വരും ഇപ്പൊ. ആഹാ, എന്താ രസം. അച്ഛന്റെ നെഞ്ചത്ത് മലന്നങ്ങ് കിടന്നാ മതിയല്ലോ. ഒന്നും കഴിക്കണ്ട, ഒന്നും കുടിക്കണ്ട, ആര് വിളിച്ചാലും എണീറ്റ് വരരുത് കേട്ടാ. എന്തോ ലച്ചു, കൊച്ചടങ്ങി ഒതുങ്ങി എന്റെ കൂടെ ഇരിക്കുവല്ലേ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. കൊച്ചേ ഇന്നലെ രാത്രി ഒരു വക കഴിച്ചിട്ടില്ല, ചോദിച്ചു നോക്ക്. ഇപ്പൊ സമയം എത്രയെന്ന് വല്ല പിടിപാടുണ്ടോ നോക്കിയേ. അത് ശരി. കല്ലൂസ്, നീ ഇന്നലൊന്നും കഴിച്ചില്ലേടി? കഴിച്ചാ? കൊച്ചു കഴിച്ചല്ലോ. എന്ത്? കൊച്ചു കഴിച്ചല്ലോ. അതിപ്പോ എങ്ങനെയാ വരെ വരെ കള്ളം പറയാൻ യാതൊരു മടിയില്ലല്ലോ. കള്ളം പറഞ്ഞ ആരോടാ കള്ളം പറഞ്ഞേ? ഞാൻ കള്ളം പറഞ്ഞു. കല്യാണം കഴിച്ചിട്ട് കള്ളം പറഞ്ഞില്ലേ? നീ വീഡിയോ കണ്ടു കാണും. വീഡിയോ കണ്ട്. മകളെ, അത് കള്ളമല്ല, അതിന്റെ പേരാണ് പ്രാങ്ക്. പ്രാങ്കൊന്നുമല്ല. പ്രാങ്ക് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ചേച്ചിയുടെ കാര്യം ചേച്ചി ഇങ്ങനെയാണല്ലേ. ചേച്ചിക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ അല്ലേ ചേച്ചി? പറയേച്ചി, ചേച്ചിക്ക് എന്താണ് എന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ?
ചേച്ചിക്ക് നിന്റെ അത്ര യാതൊരു ടെൻഷനും ഇല്ല. പറ്റുവാണെങ്കിൽ എന്റെ ഈ കുരിപ്പിനെ ഉണ്ടല്ലോ വല്ല പാലോ ബിസ്ക്കറ്റോ കഴിക്കും. സിമ്പിൾ പരിപാടി. മ്യാമന്റെ മോള് മ്യാമൻ പറഞ്ഞാ കഴിക്കൂലേ? മാമന്റെ പോലെ മാമൻ പറഞ്ഞ കഴിക്കൂല. അച്ഛ ഇവിടുത്തെ പോവാൻ പറ അച്ഛേ. അതെ ഇത് ഞങ്ങളുടെ വീടാ. നീ വേണമെങ്കിൽ നീ നിന്റെ അച്ഛന്റെ വീട്ടിൽ പോ. അച്ഛ വാങ്ങിച്ച നമുക്ക് കുഴിപ്പണം തൂവാ. നീ കൊറേ പോയി കുഴിപ്പള്ളത്ത്. എന്താണ് എന്ത് ദേ കടകണ കണ്ടില്ലേ? ഒന്നും കഴിക്കണ്ട, ഒന്നും കുടിക്കണ്ട. മക്കള് മിണ്ടാതെ അടുക്കളയിൽ വന്ന് ഒരു ദോശയും തിന്ന് ഒരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് മക്കള് പോരുന്നു. എനിക്ക് പാൽ ഇഷ്ടമല്ല. എന്നാ പിന്നെ ജ്യൂസ് കലക്കി തരാം. ജ്യൂസ് കുടി. അതും ഇഷ്ടമല്ല. എന്നാ പിന്നെ കുറച്ച് കാടി വെള്ളത്തിൽ പിണ്ണാക്ക് കലക്കി തരാം. കുടിക്കൂ. അത് മാമൻ കുടിച്ചോളൂ. അച്ചടിച്ച് വെച്ചേക്കണ കറക്റ്റ്. കൊച്ചിന് എന്ത് ചെയ്യാത്? ആ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തോന്ന് ചേച്ചി ഇങ്ങനെയാണ് പിള്ളേരെ ഡീൽ ചെയ്യുന്നേ? പിള്ളേരെ ഡീൽ ചെയ്യുമ്പോ ഒരു തഞ്ചത്തി ഡീൽ ചെയ്യണം. ഓ പിന്നെ ഇയാള് പിന്നെ 10 പെറ്റതാണല്ലോ. അച്ഛ എല്ലായിടത്തും പോവാൻ പറ. ഞാനും പോണോ? നിന്നാ പോണ്ട. അയ്യോ കണ്ടോ ലച്ചു, അമ്മൂമ്മ വരെ വരട്ടാൻ തുടങ്ങി. കല്ലൂസേ, മക്കള് ചെന്നിട്ടേ എന്തെങ്കിലും കഴിച്ചിട്ടോ? എനിക്ക് വിശപ്പില്ല അച്ഛാ. വിശപ്പില്ലേ? ആ അത് പറ. എന്റെ മോക്ക് വിശപ്പില്ല. വിശപ്പ് വരുമ്പോ മോളെടുത്ത് കഴിച്ചോളും അല്ലേ? ഞാൻ വിശക്കുമ്പോ അമ്മ കുമ്മാന്നും പറഞ്ഞ അങ്ങോട്ട് വാ. ഞാൻ മൈൻഡ് ആക്കൂലല്ലോ. ഞാൻ മൈൻഡില്ല. എനിക്ക് വേണ്ട തന്നെ മൈൻഡ്. മക്കളെ, അമ്മൂമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. മുമ്പേ പാർക്കുഞ്ഞമ്മ മക്കളുടെ അടുത്ത് കളിക്കാൻ വന്നപ്പോഴേ മക്കൾ എന്തിനാ അടിച്ചോടിച്ചു വിട്ടെ? ഞാനൊന്നും അടിച്ചോടിച്ചില്ല. കള്ളം പറയുക. അങ്ങനെ പാർക്കുഞ്ഞമ്മ കള്ളം ഒന്നും പറയത്തില്ല. കള്ളം പറയാ കള്ളം പറയുക. എന്റെ കയ്യൊക്കെ തരിക്കണ്. അച്ഛ ഈ കൈ തരിക്കുന്നതിനെ അടിക്കാൻ വേണ്ടിയാ. എന്റെ കൊച്ചിനെ അടിക്കാൻ വേണ്ടിട്ടാ? ലച്ചു, നിനക്ക് എന്തോ ലച്ചു പ്രശ്നം? എന്തിനാ എന്റെ കൊച്ചിനെ ചുമ്മാ ചൊറിയുന്നേ? അയ്യോ ഞാനൊന്നും ചൊറിയാൻ വരുന്നില്ലേ. നിങ്ങൾ എന്താന്ന് വെച്ചാ ആയിക്കും. ഇങ്ങോട്ട് വേണ്ട. കുഴിപ്പറന്ന് നിന്നാ മതിയായിരുന്നു. കുഴിപ്പളത്ത് നിന്നാ മതിയായിരുന്നാ? ആഹാ അങ്ങനെയാണെങ്കിലേ അച്ഛനും മോളും ഇറങ്ങി 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 ഇറങ്ങി. ഇല്ല ഇത് എന്റെ വീടാ. ആര് പറഞ്ഞു തന്റെ വീടാണെന്ന്? ഇതേ എന്റെയും കേശവമാമന്റെ വീടാ. എന്റെ വീടാ. തന്റെ വീട് അവിടെ കുഴിപ്പളത്ത്. താൻ അച്ഛ നമുക്ക് കുഴിപ്പറന്ന് തൂവാ. അല്ലേ ഒരു കുഴിപ്പളങ്കാരി വന്നേക്കുന്നു. ഇവിടെ കൊച്ചിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അങ്ങനൊന്നുമില്ല. എന്റെ കല്ലൂസിന് എല്ലാരും ഇഷ്ടമാ ലേഡി. ആ മാമന്റെ മോക്ക് എല്ലാരും ഇഷ്ടമാണ്. എന്നാലും മാമന്റെ മോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാ? മാമനല്ലേ? അല്ല. അങ്ങനെ ഒറ്റടിക്ക് പറയല്ലേ. ചക്കര പറ. മാമനല്ലേ? അല്ല. ആണെന്ന് പറ. അല്ല. ആണെന്ന് പറ. ലച്ചു, നീ മുമ്പ് ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ എന്തുവായിരുന്നു? എന്താ? നീ അവിടെ വെച്ച് പറഞ്ഞില്ല അടുക്കള വെച്ച്? എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഓർമ്മയില്ല. ഓർമ്മയില്ലൊന്നും. ഒന്നുമില്ല. കല്ലുമോളെ എന്തോ? ബാ, അമ്മൂമ്മ ദോശ തരാം. വേണ്ട. ദേ ഞാൻ കുഴിപ്പളത്ത് അമ്മൂമ്മയെ പോലല്ല. അല്ല, കുഴിപ്പറത്തെ അമ്മൂമ്മ പാവം. ലച്ചു പറയുന്നൊക്കെ കേട്ടോ നീ? അമ്മൂമ്മ അവളെ അവിടെ ഉള്ള എല്ലാവരെയും സോപ്പ് ഇട്ട് വെച്ചേക്കുക. കൊച്ചേ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടല്ലോ. യെസ്. ആ യെസ്. എന്റെ ചക്കരമോള് വാ. ഇല്ല. നീ എന്നെ കിട്ടും. നീ ആനപ്പുറത്തൊന്നും താഴെ ഇറങ്ങൂല. അപ്പൊ ഞാൻ തൂയിക്കോളാം കേട്ടാ. ആടി ആനപ്പുറത്തിരിക്കുമ്പോ എന്തോ ആവാലോ. നമുക്ക് മൊബൈൽ കാണാട്ടോ. കുറച്ച് ഭക്ഷണം കഴിച്ചാലോ? വേണ്ട. ഉറപ്പാ? ഉറപ്പാ. കുറച്ചായിട്ട് കഴിക്കത്തില്ലേ? ഉം. നോക്കാം. ഇതാണ് കല്ല്. സൂക്ഷിച്ചു നോക്കണം. പിന്നെ കണ്ടില്ല കേട്ടില്ലെന്നൊന്നും പറയാൻ പറ്റൂല. കണ്ടില്ല. ഓ വേണ്ട. ആറു സൂക്ഷിച്ചു നോക്കണം. ഏത് കയ്യിലേക്കാണ് ആ കല്ല് പോകുന്നത്? അപ്പുറത്തേക്ക്. കല്ലിന് ഇടി കിട്ടും കേട്ടോ. സൂക്ഷിച്ച് മിണ്ടാണ്ട് കോൺസെൻട്രേറ്റ്. ആ ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഇനി നമ്മള് കളിക്കൂല. കളിക്കും. ഇവിടെ എടുത്ത് ഞാൻ പാറമടയിൽ ഇടും. ഇപ്പൊ പാറു കോൺസെൻട്രേറ്റ്.
ലാസ്റ്റ് ഞാൻ കാണിക്കുവാണ്. ലാസ്റ്റ് ദൈവങ്ങളെ, നീ ഏത്? നീ കളിക്കുന്നില്ലല്ലോ. ലാസ്റ്റ് ചാൻസ് ആണ്. ഏത് കയ്യിലാന്ന് പറയുന്നു നമ്മൾ കളി നിർത്തുന്നു. ഓക്കെ, ഇത് ഉറപ്പാണോ ഈ കൈയാണെന്ന്? അല്ല ഇത്. ഈ കൈയാന്ന് ഉറപ്പാണോ? അപ്പൊ അല്ല ഇത്. ഒരെണ്ണം ഉറപ്പിക്കോ. ഏത് കൈയാണ് ഇത്? ഇത് ഇത്. ഉറപ്പിച്ചേ? ഇനി മാറ്റില്ലല്ലോ? ഇല്ല. ഉറപ്പാണേ? ശ്ശോ, ഈ പാറുവിന്റെ ഒരു ഭാഗ്യമേ, എന്തൊരു ഭാഗ്യമാ. ഈ കയ്യിലല്ല കല്ല്. അയ്യേ, നീ കളിക്കുന്നില്ലല്ലോ. നിന്നെ ഞാൻ നേരത്തെ കളിക്കാൻ വിളിച്ചപ്പോ നീ വന്നോ? ഇല്ലല്ലോ. ഞാൻ പോവാ. പോക്കാണ്. എന്നിട്ട് പിണങ്ങി പോണാ? പിണങ്ങി പോണാ? പിണങ്ങി പോവല്ലേ? ഷൊട്ട് പിണങ്ങി പോവല്ലേ? കുഞ്ഞയുടെ പൊന്നല്ലേ? കുഞ്ഞയുടെ പൊന്നല്ലേ? പിന്നെ നീ ആരുടെ പൊന്നാണ്? കുഞ്ഞയുടെ പൊന്നല്ലേ? അല്ല. അല്ലേന്ന്? അല്ലേ? അല്ല. ആറു ചുമ്മാ പണങ്ങല്ലേ? ഇവിടെ നമ്മുടെ കടശിക്കുട്ടി ചക്കരല്ലേ ഞങ്ങളുടെ? നീ ചില സമയത്തുള്ള സ്വഭാവം ലജ്ജിച്ചത് അമ്മയെ പോലെ വരും. ഓ, നീയും കണക്ക് തന്നെ കേട്ടോ. നമുക്ക് കല്ല് കളിക്കാം. ഓക്കെ, ഇത്തവണ കല്ലു കൈ പിടിക്കേട്ടാ. കുഞ്ഞ് ഗസ് ചെയ്യാമേ. 1 2 3 4 5. ഒളിപ്പിച്ചാ? ഒളിപ്പിച്ചില്ലേ? ഓ മൈ ഗോഡ്, ഏത് കയ്യിലാണ് കല്ല്? ഏത് കയ്യിലാണ് കല്ല്? ഇതിലാണോ? ഇതിലാണോ? കള്ളി, ഇതിലല്ലേ ഒരു കല്ല്? ഇതിലല്ലേ ഒരു കല്ല്? നീ കുഞ്ഞെ കളിപ്പിക്കണോ നീ? ഈ കല്ല് കളി തുടങ്ങി. ഇനി ഒട്ടും കഴിക്കാൻ വിളിച്ചാ വരത്തില്ല. നിന്റെ അമ്മേ നിന്നെ അവിടെ കിടന്ന് തിരക്കുന്നു കഴിക്കാന്. അവള് വന്ന് അടിക്കുവേ. നിന്റെ കൊഴുപ്പുളത്ത് അമ്മൂമ്മ വിളിക്കുവാണെങ്കിൽ നീ പോവുമല്ലോ. കുഴിപ്പണത്തെ അമ്മൂമ്മ പാവാ. അയ്യോ, അമ്മൂമ്മ അങ്ങോട്ട് പിടിച്ചില്ലല്ലയോ. കുഴിപ്പുളത്ത് അമ്മൂമ്മയെ മാത്രമേ പിടിക്കത്തുള്ളൂ. കുഴിപ്പണത്തെ അമ്മൂമ്മ എന്റെ കൂടെ കളിക്കാനൊക്കെ വരും. അപ്പൂപ്പനും എന്റെ ഫ്രണ്ടാ. ആണോ? അമ്മൂമ്മ ഫ്രണ്ടാ? കല്ലുമോക്കേ ഇവിടെ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ടാ ഇവിടെ വരുമ്പോ നമ്മളോട് വഴക്കിടുന്നേ. അമ്മൂമ്മല്ലേ ഇപ്പൊ വഴക്കുണ്ടാക്കുന്നേ? ആണ്ട കണ്ടോ, ഇപ്പൊ അങ്ങനെയായി. അമ്മൂമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല. കല്ലു, അമ്മൂമ്മയ്ക്ക് കല്ലുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ എല്ലാരെയും കൊണ്ട് അമ്മ ടൂറിനോ. പാറുവേ, കുഴിപ്പണത്തെ അമ്മൂമ്മയില്ലേ, എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. ഞാനൊന്ന് പറയാ മതി. പറഞ്ഞത് കേട്ടോ മോനെ. പറഞ്ഞു കഴിഞ്ഞാ എവിടെ വേണേലും കൊണ്ടുപോകുന്നു. ഇവളെ അവിടെ ഉള്ള എല്ലാവരെയും സോപ്പിട്ട് വെച്ചേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇവള് പറയുന്നതാണ് അവിടുത്തെ തീരുമാനം. അച്ഛാന്ന് കുഴിപ്പണത്തെ അമ്മൂമ്മയെ വിളിച്ചേ. എന്തിന്? ഒരു കാര്യം പറയണം. ഓ, വിളിച്ചു കൊടുക്കും മോനെ, അവിടുത്തെ മൈസ്രേട്ടല്ലയോ. നീയാണോ മൈസ്ട്രേറ്റ്? ആ അമ്മേ, ഞാൻ ദേ ഒരാളുടെ കൊടുക്കാവേ. അലമ്പാ. അല്ല അമ്മൂമ്മ, ഞാൻ ഉടനെ അങ്ങോട്ട് വരും. എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? പിന്നെ നമുക്ക് കൊറേ സ്ഥലത്ത് പോകാനുണ്ട്. കൊറേ കഴിക്കാനും മടിക്കണം. ഇവിടെ ഒരാളെ എന്നെ എങ്ങും കൊണ്ടുപോകുന്നില്ല. ഞാൻ വാക്കുവാണേ ഉമ്മ. പോകുന്ന പോക്ക് കണ്ടോ, എന്തൊരു ഗമയാ. லெச்சு கல்லு ஒண்ணுமே சாப்பிடவே இல்லப்பா. അവള് കഴിക്കട്ടെ, അവള് വായു തിന്ന് ജീവിക്കട്ടെ. എത്രയൊന്നും പറഞ്ഞ എന്റെ പുറകെ നടക്കണത്. ആ അമ്മൂമ്മ, അതൊക്കെ മേടിച്ചോ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇവിടെ തിന്നാൻ കൊള്ളൊന്നും ഇല്ല അമ്മൂമ്മ. ആ ശരി. ഫോണിൽ നിന്നേ. ഇത് അമ്മയുടെ ഫോണാ. അതെനിക്ക് മനസ്സിലായി. നീ ആരാണ് കുഴിപ്പുറത്തെ അമ്മേനെ വിളിച്ച് കുറ്റം പറയുന്നേ? ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. കുറ്റമൊന്നും പറഞ്ഞില്ലെന്നാ ഞാൻ കേട്ട് നീ പറഞ്ഞേക്കെ. ഞാനും പറഞ്ഞില്ല. അയ്യ, ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഒരാള് കുഴിപ്പുറത്തെ അമ്മേനെ വിളിച്ച് പറയാ ഇവിടെ കഴിക്കാൻ കൊള്ളാന്നൊന്നും ഇല്ലെന്ന്. ഇവിടെ എപ്പോഴും ദോശയും പാലും അല്ലേ? ദോശയും പാലിനും എന്തുവാ കുഴപ്പം? അവിടെ ആണെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്. கல்லு, நான் கடையை போகும்போது உனக்கு கிரீம் பிஸ்கட் வாங்கி கொடுக்குறேன். അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി. ഉള്ള സാധനമൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. ഞാൻ ക്രീം ബിസ്ക്കറ്റ്. എനിക്ക് അവിടെ കുപ്പിയിൽ കൊറേ മിഠായി വെച്ച് വെക്കും. അതെന്തായാലും ഇവിടെ നടക്കത്തില്ല.
അവിടുത്തെ അമ്മൂമ്മ എനിക്ക് ചിക്കൻ കറി പൊരിച്ചു കങ്കാല് പൊരിച്ചരും പോലും. ചിക്കൻ കാലി ചിക്കൻ കാലി അല്ല കുഴിപ്പളത്തെ അമ്മേ ഇവക്ക് ചിക്കൻ കാല് പൊരിച്ചു കൊടുക്കൂന്ന്. ഇവിടെ പൊരിച്ചു കൊടുക്കണം. ஆமா கல்லு நீ வருத்தப்படாத ஆண்டி உனக்கு சிக்கன் கால் பொரிச்சு கொடுக்குறேன் ആന്റി ഒന്ന് ചുമ്മാ ഇരി ആന്റി. നിനക്ക് ഞാൻ പേരും പറഞ്ഞ ചിക്കൻ കാല് തിന്നാനല്ലേ? പിന്നെ ഒരു കൊച്ചു കൊച്ചുങ്ങൾ ആഗ്രഹം പറഞ്ഞ ഞാൻ സാധിച്ചു കൊടുക്കണം. അങ്ങനെയാണല്ലേ അമ്മൂമ്മ? പിന്നെ പിന്നെ വേണം വേണം വേണം. മക്കൾക്ക് അവിടെ അമ്മൂമ്മ വേറെ എന്തൊക്കെ തരുവിടാം? മിഠായി തരും എല്ലാം തരും ആണോ? ഐസ്ക്രീമും തരും ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. മേടിച്ചു കൊടു. മക്കളുടെ അച്ഛനോടെ പറ ഇതെല്ലാം മേടിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കാൻ. ഇല്ലേ ക്യാരറ്റിന്റെ മറ്റേ അതും മേടിച്ചും കേക്ക് ക്യാരറ്റ് കേക്കോ? ആ. ഉഫ്, അതാവുമ്പോ അതൊരു കുപ്പിയിൽ അടിച്ചു വെക്കും സ്മൂത്തായിട്ട് ഇറങ്ങി പൊക്കോളും. ക്യാരറ്റ് കേക്കാകുമ്പോ ക്യാരറ്റ് കേക്കോ? ആ മേടിച്ചു തരുവോ? അതും അച്ഛനോട് പറ മേടിച്ചു തരാൻ. ഇവിടെ മേടിച്ചുകൊണ്ട് വെക്കാൻ പറ. കേശു തിന്നോളും. തനിക്ക് ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല എങ്ങനെ ഇരിക്കണ്? അതെ, പിന്നെ വേറൊരു കാര്യം കേട്ടാ, നിനക്ക് ഈ വീട്ടിൽ മേടിച്ചു വെക്കുന്ന സാധനങ്ങൾ തീരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, നിന്റെ കുഞ്ഞമ്മയാണ്. പാറു കുഞ്ഞമ്മ. അല്ല കേശവൻ എടുക്കോടി, അവളാണ്. കേശവൻ 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 എല്ലാം തിന്നുന്ന കേശവൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാം തിന്നാൻ കിട്ടും. കള്ളാനാണ് കേശവൻ. ഞാൻ അമ്മൂമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇരുന്നേ. മക്കള് മുമ്പേ കുഴിപ്പളത്ത് അമ്മൂമ്മയോടെ എവിടെ പോകുന്ന കാര്യമായിരുന്നു പറഞ്ഞത്? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് പറയൂല. മുത്തിന് അമ്മൂമ്മ പടവലത്ത് കൊണ്ടുപോകും. എനിക്ക് പടവല ഇപ്പൊ ഇഷ്ടമല്ല. അയ്യോ പറയുന്നു കേട്ടോ, പടവല ഇഷ്ടമല്ലെന്ന്. ഇനി അങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. വേണ്ടേ ഇയാളെ ഇത്രയായിരുന്ന സമയത്ത് ഒരു കുഞ്ഞു നിക്കർ ഇട്ടോണ്ട് ആ പറമ്പിലൊക്കെ കിടന്ന് ഓടുമായിരുന്നു. അപ്പൊ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ പുറവിനോടാന് ഈ വയ്യാത്ത കാലും വെച്ചോണ്ട്. ഇനി ഞാൻ വരുന്നില്ല. എന്നെ നോക്കണെന്തിന്? ഞാൻ എന്ത് ചെയ്തിട്ടാ? അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും, അവളെ ചുമ്മാ വെറുതെ വീട് ചൊറിയാൻ നിക്കണ്ട. ആ ഞാനാന്നല്ലോ ചൊറിയാൻ നിൽക്കുന്നത്. നീ ഓരോന്ന് പറയുന്നത് കേട്ടാണ് കൊച്ചോരോന്ന് പറയുന്നത്. ഞാൻ എല്ലാരെയും കണ്ട് പഠിക്കുന്നുണ്ട്. ഈ അമ്മൂമ്മ എപ്പോഴും പഴക്കാണല്ലോ. കുഴിപ്പണത്തെ അമ്മൂമ്മ പാവം. അത് കൊച്ചു പറഞ്ഞത് കറക്റ്റാ. അതെ, രണ്ടെണ്ണം കൂടെ ഇറങ്ങി ഇവിടുന്ന്. അമ്മയും മോളും അടുക്കളയിൽ ഇറങ്ങിയേ. പോയി കുഴിപ്പളത്ത് നിന്നാ മതി, ഇവിടെ നിക്കണ്ട. ഇറങ്ങ്. അമ്മേ ഞാൻ അച്ഛനെ കൂടെ കുഴിപ്പണത്ത് പോയിക്കോട്ടെ. പൊക്കോ. പോവണ്ടെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല പോവണ്ടെന്ന്. പൊക്കോ. ആ, അങ്ങനാണെങ്കി എന്റെ പൊന്നുമോള് കുഴിപ്പള്ളത്തോട്ട് പോകുമ്പോ മാമനും കൂടെ മക്കളുടെ കൂടെ വരും. വരണ്ട. മാമൻ വന്ന് എനിക്ക് ഒന്നും തിന്നാൻ കിട്ടത്തില്ല. അമ്മക്ക് കുഴിപ്പണത്ത് പോവാം. ഒരു കുഴിപ്പള്ളംകാരി വന്നേക്കുന്നു. പോണെങ്കിൽ അങ്ങ് പോ. അവള് വരുന്നില്ല. വരികയാണെങ്കിൽ ഞാൻ നടന്നു പോയാണ്. ഞാൻ അങ്ങ് നടന്നു പോയി. നോക്കി പിടിപ്പിക്കുന്നോ ലച്ചു? നീ മുമ്പ് ഏതാണ്ട് പറയാൻ വന്നില്ലായിരുന്നു? എന്തുവായിരുന്നത്? എന്തോ എന്നോട് ഏതാണ്ട് പറയാൻ വന്നിട്ട് പറഞ്ഞില്ല. ആ അത് ഞാൻ മറന്നുപോയി. ഓർമ്മ വരുമ്പോ പറയാം. എന്താ? അമ്മൂമ്മ വിളിച്ച അമ്മൂമ്മനെ വിളിച്ചേരാനോ? എന്തിന്? കുഴിപ്പണത്തെ അമ്മൂമ്മ എന്തിന്? ഒരു കാര്യം പറയാണ്. ഹലോ അമ്മൂമ്മ, ഒരു മിനിറ്റ്. അമ്മ എത്ര സമയമായി? സമയോ 11. 11 മണിയാണ്ട് എനിക്ക് ജ്യൂസ് പോലും കിട്ടിയില്ല. ആർക്കും ശ്രദ്ധയില്ല. എന്തു വലിച്ചു ഇത്? എനിക്ക് അറിഞ്ഞൂടാ കൊച്ചല്ലേ. അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മ എന്നെ വിളിക്കുന്നു. നോക്കിക്കോ, കൊച്ചിനെ എന്നെ ശ്രദ്ധിക്കാത്തതും പറഞ്ഞു. കൊച്ചി കഴിക്കാൻ കൊട്ട്. പാല് വേണ്ട. പാല് വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് പാല് കുടിക്കണേ. ഇനി ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ പറയില്ല. മക്കൾ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞാൽ ചോറുണ്ണാൻ പറയത്തില്ല. പക്ഷെ മൊത്തം കഴിക്കോ? കഴിയും. മൊത്തം കഴിക്കാൻ ഭയങ്കര ഹെൽത്തി ഫുഡാണല്ലോ കൊടുക്കണത്. കഴിച്ചോട്ടെ. കഴിച്ചോട്ടെ, എന്തെങ്കിലുമൊക്കെ പോട്ടെ. അച്ഛാ, ആരാച്ചി ചോറ് കൊണ്ട് പിടിച്ചേ? ആരേ ചോറ് കണ്ടുപിടിച്ചേ? ആർക്കറിയാം, എന്തായാലും ഞാനല്ല. എന്താണേലും ഞാനും അല്ല. അല്ല കല്ലൂസേ, ഈ ചോറ് കണ്ടുപിടിച്ച ആളെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കല്ലൂസ് എന്ത് ചെയ്യും? ഒരു കല്ലും ചോറ് കൊടുക്കും. ഒരു കലം? ഓ, ഇപ്പൊ ബിസ്ക്കറ്റും പാലും ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. കുഴിപ്പണത്തെ അമ്മൂമ്മ പറഞ്ഞോണ്ട് കഴിക്കുന്നേ.
അപ്പൊ ഞാൻ അമ്മൂമ്മയല്ലേ പടവലത്തെ അമ്മൂമ്മ ഇവളുടെ പുന്നാര അമ്മൂമ്മയാണല്ലോ. എന്ന് കൊച്ചു പറഞ്ഞില്ലല്ലോ. ചില കാര്യങ്ങളെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല ലച്ചു, നീ നേരത്തെ ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞല്ലേ, എന്തുവായിരുന്നു? അതൊന്നുമില്ല. പറ ലച്ചു, എന്തുവാന്ന് പറയോടമ്മ. കഴിക്കാൻ നോക്കി. കൊച്ചിനും അറിയാവോ? ചുമ്മാ ഇരി അമ്മൂമ്മ, അവള് വെറുതെ ഓരോന്നൊക്കെ പറയുന്നത്. എന്നാലും എന്തോന്ന് പറ. ഒന്നുമില്ല അമ്മൂമ്മ, എല്ലാരും പറയല്ലോ എന്റെ സ്വഭാവം ഭയങ്കര മോശമാണെന്ന്. അത് അമ്മൂമ്മ എപ്പോഴും പറയും. അതുണ്ടല്ലോ, പറഞ്ഞ കാര്യമാ. സംഗതി ഇവൻ എപ്പോഴും ചേച്ചിയുടെ സൈഡ് ആണെങ്കിലും ചേച്ചി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇവനും ഇത് തന്നെ പറയും. നീ പോകുന്നതിനും ഇവിടെ അടിച്ചു കലക്കി എട്ടാക്കിട്ടേ പോവുള്ളൂ. അയ്യോ, നീ ഒന്നും പറയാത്ത പോലെ. നിർത്തുங்கப்பா, രണ്ടുപേരും സണ്ട പോടാதீங்க. അല്ല ലച്ചു, നീ എന്തോ പറയാൻ വന്നെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാ പോരെ? ഒന്നുമില്ല, എന്റെ ചെറുപ്പത്തില് എന്നെ നോക്കിയതും വളർത്തിയതും നിയന്ത്രിച്ചതൊക്കെ അമ്മൂമ്മ തന്നെയല്ലേ. അപ്പൊ അമ്മൂമ്മയുടെ കുറെ സ്വഭാവങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓ, അപ്പൊ നിന്റെ കുഴപ്പങ്ങളല്ല, ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടായി. പാവ അമ്മൂമ്മ, ചേച്ചി എങ്ങനെ വളർത്തിയതാ? എന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ. വളർത്തിക്കൊണ്ടുവന്ന എല്ലാം എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവാ. എന്നെ വളർത്തിയത് കുഴിപ്പണം തമ്മൂമ്മ. കണ്ടോ, ഈ കൊച്ചു നേരം വെളുത്തും മുതൽ എന്നെ തള്ളി പറഞ്ഞോണ്ടിരിക്കുക. ഇനി ഞാൻ കല്ലുവിന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടത്തില്ല. കല്ലൂസേ, ഇങ്ങനെയാണോ അമ്മൂമ്മ അടുത്ത് സംസാരിക്കുന്നത്? സോറി പറഞ്ഞേ. സോറി ഒന്നും പറയണ്ട. സോറി പറഞ്ഞാലും ഞാൻ കല്ലിനോട് മിണ്ടും. കല്ല് രക്ഷപ്പെട്ടു. കല്ലുമാ, ചെല്ലല്ല, ഉനക്ക് சுடு சுடா நெயில் சுட்ட தோசை எடுக்கட்டா? അതൊന്നൊരു സിംഗില്ലാത്ത ഡയലോഗ് ഇവിടെ. കല്ലു, ചെല്ലല്ല, ദോശ എടുക്കട്ടാ? വേണ്ട. കഷ്ട. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി ഞാൻ ചെന്നൈ പോകുമ്പോഴത്തേക്കും എവളെ കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ നിർത്തി സെറ്റാക്കി തിരിച്ചു കൊണ്ടുവരാം. എന്താ പറയുന്നേ? അതിനും ഒരു സിങ്കില്ലല്ലോടി. അതെനിക്ക് കാര്യം മനസ്സിലായില്ലേ? സിറ്റുവേഷനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ട്വിസ്റ്റ് ചെയ്യാൻ ചുട്ടു കൊണ്ടോട്ടെ കുഞ്ഞാ. എന്റെ പൊന്നു, കുഴിപ്പണം തമ്മൂമ്മ കൊണ്ടു. എന്റെ മക്കളെ കുഴപ്പമില്ലാത്ത അമ്മൂമ്മ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമ്പോ മ്യാമനും കൂടെ വരും. മ്യാമൻ പിന്നെ ഒരു പണിയും വേലയും കൂലില്ലാണ്ട് വീട്ടിലിരിക്കണേണല്ലോ. മ്യാമൻ എവിടെ വേണമെങ്കിലും പോവാല. കഷ്ടം. മാമ വേണ്ട. അമ്മ, കുഴിപ്പണം തമ്മൂമ്മ എനിക്ക് ഫ്രോക്ക് മേടിച്ചു തരും. കുഴിപ്പുറത്ത് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചു തരും. അതെന്തൊരു വർത്താനല്ലോ നീ പറഞ്ഞേ? എന്നോട് പറഞ്ഞ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ലയോ? എന്നെ മേടിച്ചിട്ടുണ്ടാ? കുഴിപ്പണം തമ്മൂമ്മ മേടിച്ചു. ഞാൻ ഈ കൊച്ചിന്റെ ഒരു കാര്യത്തിലും ഇനി ഇടപെടത്തില്ല. ഞാനും അമ്മൂമ്മ എടുത്ത് മിണ്ടൂല. ഇതാ പറയുന്നത് മുള്ളിന്റെ മൂട്ടി മുള്ളേ കിളുക്കത്തുള്ളെന്ന്. ലച്ചു, നിന്റെ മോള് തന്നെ, ഒരു മാറ്റവും ഇല്ല. നിന്നെ മുറിച്ച മുറി തന്നെ. ഞാൻ ലച്ചുവിന്റെ മോളല്ല. പിന്നെ ഭവതി ആരുടെ മോളാണാവോ? ഞാൻ ഫവാന്റെ മോളുടെ മോള്.